ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. സോ ഈ ഒരു ചോദ്യം നമ്മുടെ വർക്ക് എനർജി പവറുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ്. എ സ്മോൾ ബോബ് എ ഓഫ് മാസ് എം ഈസ് അറ്റാച്ച്ഡ് ടു എ മാസ്ലെസ് റിജിഡ് റോഡ് ഓഫ് ലെങ്ത് 1 meter പിവറ്റഡ് അറ്റ് എ പോയിന്റ് പി ആൻഡ് കെപ്റ്റ് അറ്റ് ആൻ ആംഗിൾ 60 degree. അപ്പോൾ ഇവിടെ ഒരു മാസ്ലെസ് റോപ്പിൽ ഒരു ബോബ് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ മാസ് എം ആണ്. അതേപോലെ അതിന്റെ ലെങ്ത് എത്രയാണ്? 1 meter അല്ലേ? ആ റോഡിന്റെ മാസ് ലെങ്ത് എന്ന് പറയുന്നത് 1 meter ആണ്. അറ്റ് എ ഡിസ്റ്റൻസ് 1 meter ബിലോ ദ പോയിന്റ് പി ആൻഡ് ഐഡന്റിക്കൽ ബോബ് ബി ഇസ് കെപ്റ്റ് അറ്റ് റെസ്റ്റ്. അപ്പൊ അതേപോലെ തന്നെ ഇവിടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഐഡന്റിക്കൽ ആയിട്ടുള്ള മറ്റൊരു ബോബ് കണക്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെയും മാസ് എം ആണ്. അപ്പോൾ ഈ റോപ്പിൽ ഒരു ബോബ് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇതൊരു ബോൾ എന്താണ് ഇവിടെ റെസ്റ്റിൽ വെച്ചിട്ടുണ്ട്. ഇനി അവർ ക്വസ്റ്റിൽ പറയുന്ന മറ്റു കാര്യം നോക്കാം. ആൻഡ് ഇറ്റ് ഈസ് കെപ്റ്റ് ഓൺ എ സ്മൂത്ത് ഹൊറിസോണ്ടൽ സർഫസ്. അവിടെ ഫ്രിക്ഷൻ ഒന്നുമില്ല, വളരെ സ്മൂത്ത് ആയിട്ടുള്ള സർഫസ് ആണ്. സച്ച് ദാറ്റ് ഇറ്റ് എക്സ്റ്റെൻഡ് ടു എ സർക്കുലർ ട്രാക്ക് ഓഫ് റേഡിയസ് ആർ. ആ സ്മൂത്ത് ഹൊറിസോണ്ടൽ സർഫസ് കുറച്ച് കഴിഞ്ഞിട്ട് ഒരു സർക്കുലർ ട്രാക്ക് ആയിട്ട് മാറുന്നുണ്ട്. ഇനി എന്താണ് ചോദ്യം? ഇഫ് ദ ബോബ് ബി ജസ്റ്റ് മാനേജസ് ടു കംപ്ലീറ്റ് എ സർക്കുലർ പാത്ത് ഓഫ് റേഡിയസ് ആർ, ദെൻ വാട്ട് ഷുഡ് ബി ദ വാല്യൂ ഓഫ് ആർ? അപ്പൊ എന്താണ് ചോദ്യം എന്ന് മനസ്സിലായോ? ഇവിടെ ഒരു ബോൾ എന്താണ്? റെസ്റ്റിലാണ്. അതിൽ നമ്മൾ റോപ്പ് ഒന്നും കണക്ട് ചെയ്തിട്ടില്ല. ഇത് റോപ്പിൽ കണക്ട് ചെയ്തിട്ട് ഈ ബോൾ ഇവിടെ ഉണ്ട്. അപ്പൊ ഈ ബോൾ നിൽക്കുന്നത് 60 ഡിഗ്രിയിലാണ്. ഈ ബോൾ നമ്മൾ റിലീസ് ചെയ്താൽ എന്താ സംഭവിക്കുക? ഇത് വന്നിട്ട് ഇതുമായിട്ട് സ്ട്രൈക്ക് ചെയ്യും. ആ ഫോഴ്സ് കാരണം ഈ ബോൾ ഇങ്ങോട്ട് റോൾ ചെയ്തിട്ട് ചെറിയ സ്പീഡിലാണ് വന്നതെങ്കിൽ എന്ത് സംഭവിക്കും എന്നറിയോ? ഇത് ചെറിയ സ്പീഡിലാണെങ്കിൽ ചെറിയ സ്പീഡിൽ വരും. ഇവിടെ എത്തുമ്പോഴേക്കും ഈ സർക്കുലർ മോഷൻ കംപ്ലീറ്റ് ചെയ്യാതെ ഇത് താഴേക്ക് തന്നെ വീഴും. കുറച്ചും കൂടി സ്പീഡിലാണ് വന്നതെങ്കിലോ ഇങ്ങനെ വരും, ഇതുവരെ എത്തും, അവിടുന്ന് താഴേക്ക് വീഴും. ഒരു മിനിമം സ്പീഡിൽ വന്നാൽ മാത്രമല്ലേ ഒരു ഫുൾ വെർട്ടിക്കൽ സർക്കുലർ മോഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എത്ര സ്പീഡിൽ ഇത് വന്നാലാണ് ആ ഒരു വെർട്ടിക്കുലർ സർക്കുലർ മോഷൻ ഓക്കെ. അപ്പൊ അതങ്ങനെ വെർട്ടിക്കുലർ സർക്കുലർ മോഷൻ കംപ്ലീറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. അങ്ങനെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വാട്ട് മസ്റ്റ് ബി ദ റേഡിയസ്? ആ റേഡിയസിന്റെ വാല്യൂ ആണ് നമ്മളോട് ചോദിച്ചത്. അപ്പൊ ഈ ചോദ്യം ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് രണ്ട് കോൺസെപ്റ്റുകൾ അറിയണം. ഒന്നാമത്തത് എനർജി കൺസർവേഷൻ, അതെല്ലാവർക്കും അറിയുന്നതാണ്. ഒരു എനർജിയാണ് മറ്റൊരു എനർജി ആയിട്ട് മാറുക. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ അറിയേണ്ടത് എന്താണെന്നറിയോ? ഒരു വെർട്ടിക്കൽ സർക്കുലർ മോഷൻ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഈ താഴത്തെ പോയിന്റ് ഉണ്ടല്ലോ, അവിടുത്തെ മിനിമം വെലോസിറ്റിന്റെ വാല്യൂ നമ്മൾ നോർമലി കാണാതെ പഠിക്കുന്ന ഒരു വാല്യൂ ആണ്. സോ ഏതൊരു വെർട്ടിക്കൽ സർക്കുലർ മോഷനിലും ആ വെർട്ടിക്കൽ സർക്കുലർ മോഷൻ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ താഴെ കൊടുക്കേണ്ട മിനിമം വെലോസിറ്റിന്റെ വാല്യൂ എത്രയാണ്? √5 × g × r. r എന്ന് പറയുകയാണെങ്കിൽ അതിന്റെ റേഡിയസ് ആണ് അല്ലെ, ആ സർക്കുലർ ലൂപ്പിന്റെ റേഡിയസ്. അപ്പൊ ഈ ഒരു കാര്യം അറിയണം. അപ്പൊ എന്താണ് അറിയേണ്ടത്? ഒരു വെർട്ടിക്കൽ സർക്കുലർ മോഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആ താഴത്തെ സമയത്ത് നമ്മൾ √5gr കൊടുത്താൽ മാത്രമേ മിനിമം എന്ത് ചെയ്യുള്ളൂ? ജസ്റ്റ് അത് വെർട്ടിക്കൽ സർക്കുലർ മോഷൻ കംപ്ലീറ്റ് ചെയ്യുള്ളൂ. ഇതിനേക്കാളും താഴെയാണെങ്കിലോ വെർട്ടിക്കൽ സർക്കുലർ മോഷൻ കംപ്ലീറ്റ് ചെയ്യില്ല. കൂടുതലാണെങ്കിൽ കുഴപ്പമില്ല, മിനിമം ഇത്രയും വേണം. ഇതിനെ നമ്മൾ ക്രിട്ടിക്കൽ വെലോസിറ്റി എന്നൊക്കെ പേര് പറയാറുണ്ട്. ഇത്രയും ഡാറ്റ നിങ്ങൾക്ക് അറിയാന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ചോദ്യം ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് നോക്കാം. ഈ ഒരു ബോൾ ഇവിടെ ഉണ്ട്. ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം, ഈ ബോബ് വന്നിട്ട് ഇതിന് വന്ന് കൊളൈഡ് ചെയ്യുന്ന സമയത്താണല്ലോ ഇയാൾക്ക് വെലോസിറ്റി കിട്ടുന്നത്. അപ്പൊ ഇത് വന്ന് കൊളൈഡ് ചെയ്യുമ്പോൾ ഇയാൾക്ക് എത്ര വെലോസിറ്റി കിട്ടുന്നുണ്ട് നോക്കാം. അതിന് നമുക്ക് എനർജി കൺസർവേഷൻ യൂസ് ചെയ്യാം. ആദ്യം ഈ ബോബ് ഇവിടെയല്ലേ നിൽക്കുന്നത്, ആ സമയത്ത് ഇയാൾക്ക് എന്ത് എനർജി ഉണ്ടാവുക? പൊട്ടൻഷ്യൽ എനർജി. അത് വന്ന് ഇതുമായിട്ട് സ്ട്രൈക്ക് ചെയ്യുന്ന സമയത്ത് താഴേക്ക് എത്തുമ്പോൾ അത് മുഴുവൻ എന്തായിട്ട് മാറും? കൈനറ്റിക് എനർജി ആയിട്ട് മാറും. ബിക്കോസ് എനർജി ക്യാൻ ഐദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന പൊട്ടൻഷ്യൽ എനർജിയാണ് താഴെ എത്തിയപ്പോൾ എന്തായിട്ട് മാറിയത്? കൈനറ്റിക് എനർജി. അപ്പൊ നമുക്ക് പറയാം, മുകളിൽ ഉണ്ടായിരുന്ന പൊട്ടൻഷ്യൽ എനർജി മുഴുവനായിട്ട് എന്തായിട്ട് കൺവേർട്ട് ചെയ്തു? കൈനറ്റിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തു. പൊട്ടൻഷ്യൽ എനർജിയുടെ ഫോർമുല mgh ആണ്. കൈനറ്റിക് എനർജിയുടെ ഫോർമുല 12 × m × v². ഓക്കെ, അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ഈ എമ്മും ക്യാൻസൽ ചെയ്ത് ഒഴിവാക്കാം. ഇനി നമുക്ക് എച്ച് കാണണം. എച്ച് എന്ന് പറയുമ്പോൾ എന്താണെന്നറിയോ? എല്ലാ സമയത്തും നമ്മൾ വർക്ക് എനർജിയിൽ പഠിക്കാറുണ്ട്. ഹൈറ്റ് എന്ന് പറയുമ്പോൾ ഗ്രൗണ്ടിൽ നിന്ന് ബോളിലേക്കുള്ള ദൂരമാണ്. അപ്പൊ ഇവിടെ നോക്കിയാൽ മനസ്സിലാകും, ഇതാണ് നമ്മുടെ ഗ്രൗണ്ട്. അതേപോലെ ഇവിടെയാണ് നമ്മുടെ ബോൾ ഇരിക്കുന്നത്. ഇവിടെ മുതൽ ഇതുവരെയുള്ള ദൂരത്തിനെയാണ് നമ്മൾ എച്ച് എന്ന് വിളിക്കാറ്. അപ്പൊ ഈ ദൂരം നമുക്ക് എന്ത് ചെയ്യാം? കാൽക്കുലേറ്റ് ചെയ്യാം. ആ ദൂരം കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഈ ദൂരം അവർ ഓൾറെഡി 1 meter തന്നിട്ടുണ്ട്. ഓക്കെ, ഈ ദൂരം 1 meter ആണ്. കാരണം ഈ ബോബ് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ എത്തിയിട്ടുണ്ടാവില്ലേ? ഈ ബോബിന്റെ ലെങ്ത് ക്വസ്റ്റിൽ എത്ര തന്നിട്ടുണ്ട്? 1 meter തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് വേണ്ടത് ഈ ഹൈറ്റ് ആണ്. ഈ ബോൾ ഇനീഷ്യലി നിൽക്കുന്ന ഹൈറ്റ് വേണം. അത് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഈ ദൂരം 1 അല്ലേ? ഒരാളെ നമുക്ക് വേണമെങ്കിൽ 2 കമ്പണന്റ് ആയിട്ട് റിസോൾവ് ചെയ്യാം. അപ്പൊ ഇത് എത്രയാണ്? 1 ആണ്. അപ്പോൾ അതിന് 2 കമ്പണന്റ് ആയിട്ട് റിസോൾവ് ചെയ്യാം. ഒരു ഹൊറിസോണ്ടൽ കമ്പണന്റും ഒരു വെർട്ടിക്കൽ കമ്പണന്റും. അപ്പൊ നമുക്ക് അതിനെ വേണമെങ്കിൽ 2 ഞാൻ റിസോൾവ് ചെയ്യാൻ പോവാണ്. ഇതിന് ഇങ്ങോട്ട് ഒരു കമ്പണന്റ് ഉണ്ടാകും, അതേപോലെ ഇങ്ങോട്ടുണ്ട്. അങ്ങോട്ടുള്ള കമ്പണന്റിന്റെ ആവശ്യം എനിക്കില്ല, അതുകൊണ്ട് ഞാനത് റിസോൾവ് ചെയ്യുന്നില്ല. ഈ ഭാഗത്തേക്ക് നമുക്ക് റിസോൾവ് ചെയ്യാം. അപ്പൊ ഇങ്ങോട്ടൊരു കമ്പണന്റ് ഇല്ലേ, അതിനെ നമ്മൾ പിന്നെ a cos θ എന്ന് പറയാറ്. ഇത് 1 ആയതുകൊണ്ട് ഈ കമ്പണന്റിന്റെ വാല്യൂ എത്ര വരും? 1 cos θ. നമ്മുടെ കേസിൽ cos 60 ആണ്. സോ ദിസ് ഈസ് 1 cos 60.
സോ ദാറ്റ് ഈസ് ഈക്വൾ ടു cos 60 എന്ന് പറയുമ്പോൾ 1/2. സോ ദിസ് ഈസ് ഈക്വൾ ടു 0.5. അപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഇവിടെ മുതൽ ഇതുവരെയുള്ള ടോട്ടൽ ദൂരം 1 മീറ്ററാണ്. കാരണം ആ റോപ്പിന്റെ ലെങ്ത് 1 മീറ്റർ അല്ലേ, അപ്പോൾ അത് 1 മീറ്റർ. ഇനി ഇവിടെ മുതൽ ഇതുവരെയുള്ള ദൂരം 0.5 ആയതുകൊണ്ട് ഇവിടെ മുതൽ ഇതുവരെയുള്ള ദൂരം എന്ത് തന്നെയാണ്? 0.5 ആണ്. ഈ ഡിസ്റ്റൻസും എക്സാക്ട്ലി എന്താണ്? സെയിം ആണ്. അപ്പൊ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ട കാര്യം? എന്താണ്? ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ദൂരമല്ലേ വേണ്ടത്. അപ്പൊ ഇത് 0.5 ആയതുകൊണ്ട് ആ ബോളിന്റെ ഹൈറ്റും എന്താണ്? 0.5. അപ്പൊ ഹൈറ്റ് നമുക്ക് സിമ്പിൾ ട്രിഗണോമെട്രി വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റി. ഇനി നമുക്ക് വാല്യൂ കൊടുക്കാം. ജിക്ക് നമുക്ക് വേണമെങ്കിൽ 10 എന്ന് എഴുതാം. എച്ചിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു 0.5. ദാറ്റ് ഈസ് ഈക്വൽ ടു v²/2. സോ ഇവിടെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ 5 വരും. ആ 2 ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 10. സോ v²ന്റെ വാല്യൂ 10 ആണ്. v²ന്റെ വാല്യൂ നമുക്ക് 10 എന്ന് കണ്ടുപിടിച്ചു. അതിന്റെ അർത്ഥം അല്ലെങ്കിൽ v = √10. അപ്പോൾ ഈ ബോൾ ഇങ്ങോട്ട് നീങ്ങുന്ന വെലോസിറ്റി എത്രയാണ്? √10 ആണ്. v² = 10 ഓർ v = √10. അങ്ങനെ √10 വെലോസിറ്റിയിലാണ് ഇയാൾ വരുന്നത്. ആ വെലോസിറ്റിയിൽ വരുന്ന സമയത്ത് ഇത് വെർട്ടിക്കൽ സർക്കുലർ മോഷൻ കംപ്ലീറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. അങ്ങനെ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ അതിന്റെ വെലോസിറ്റി എന്തായിരിക്കണം? അതിന്റെ വെലോസിറ്റി √5g സാറ്റിസ്ഫൈ ചെയ്യണം. അതല്ലേ തുടക്കത്തിൽ ഞാൻ പറഞ്ഞത്. ആ √5g സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ അത് ഒരു വെർട്ടിക്കൽ സർക്കുലർ മോഷൻ എന്ത് ചെയ്യുള്ളൂ? കംപ്ലീറ്റ് ചെയ്യുള്ളൂ. സോ ടു കംപ്ലീറ്റ് 1 വെർട്ടിക്കൽ സർക്കുലർ മോഷൻ അല്ലെ, ഒരു വെർട്ടിക്കൽ സർക്കുലർ മോഷൻ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ അതിന്റെ വെലോസിറ്റി മസ്റ്റ് ബി ഈക്വൽ ടു √5gr ആണ്. ആ വെലോസിറ്റിന്റെ വാല്യൂ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. v² = 10 ആണെങ്കിൽ v = √10. ഓക്കെ, അപ്പോൾ വെർട്ടിക്കൽ സർക്കുലർ മോഷൻ കംപ്ലീറ്റ് ചെയ്യണമെന്നാണ് ക്വസ്റ്റിൽ പറഞ്ഞത്. അപ്പോൾ വിക്ക് നിങ്ങൾക്ക് എന്ത് കൊടുക്കാം? √10 എന്ന് എഴുതാം. ആ √10 കിട്ടിയാൽ മാത്രമല്ലേ അത് വെർട്ടിക്കൽ സർക്കുലർ മോഷൻ കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ റൂട്ട് ബാക്കി 5gr വരും. രണ്ട് ഭാഗത്ത് നമുക്ക് സ്ക്വയർ ചെയ്യാം. ദെയർഫോർ രണ്ട് ഭാഗത്ത് നമുക്ക് റൂട്ടിന് ഒഴിവാക്കാം. സോ 10 is equal to 5 into g into r. g എന്ന് പറയുമ്പോൾ 10 അല്ലേ, ആ 0 ഈ 0 വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യാം. ദെയർഫോർ റേഡിയസ് ഈസ് ഈക്വൽ ടു 1/5. അപ്പോൾ റേഡിയസിന്റെ വാല്യൂ 1/5 ആണ്. അപ്പോൾ ഈ ഒരു വെലോസിറ്റിയിൽ വന്നിട്ടുണ്ടെങ്കിൽ അതൊരു വെർട്ടിക്കൽ സർക്കുലർ മോഷൻ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ആ ലൂപ്പിന്റെ റേഡിയസ് എന്തായിരിക്കണം? 1/5. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് അത് ആ വെർട്ടിക്കൽ സർക്കുലർ മോഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. സോ ദ ആൻസർ വിൽ ബി 1/5. ദാറ്റ് ഈസ് ദ സെക്കൻഡ് ഓപ്ഷൻ.